ഹലോ എവരിവൺ, പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് വൈഷ്ണവ്. ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ തുടക്കമാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പോഡ്കാസ്റ്റ് ഞങ്ങളുടെ രീതിയിൽ തന്നെ. നമുക്ക് ഇതിനെ കുറിച്ച് മുൻപരിചയമോ എന്താണ് പോഡ്കാസ്റ്റ് എന്ന് നമുക്കൊരു അറിവുമില്ല. പിന്നെ എല്ലാരും തുടങ്ങുന്നു, നമ്മള് വെറുതെ ഇരിക്കോ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറെ നാളായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം. പക്ഷെ നമുക്ക് അറിയത്തില്ല കാര്യം ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നോ എങ്ങനെ ചെയ്യേണ്ടതെന്നോ. പിന്നെ നമുക്ക് അതിന്റെ ഉള്ള എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഇല്ല. ഒരു ക്യാമറ ഇവിടെ, ഇത് 2 ഫോണാണ്. ഒരു ക്യാമറ മാൻ ഇവിടെ ഉണ്ട്. അതെ, ഇപ്പൊ നമുക്കൊരു ബിഗിനർ എന്ന നിലയിൽ നമുക്കൊന്നും അറിയത്തില്ല. നമ്മളിപ്പോ യൂട്യൂബ് ചാനലും തുടങ്ങി. അപ്പൊ അതിനി എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൊരു പ്യുവർ ബിഗിനർ ആയിട്ടില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ഗൈസ്, പിന്നെ നമ്മളിപ്പം വെറുതെ തുടങ്ങിയതാ അല്ലേണ. എന്തായാലും ഇതിനെ കുറിച്ച് നല്ല ഊക്ക് കിട്ടും നമുക്കറിയാം. ഊക്കിന്റെ പവളായിരിക്കും. അതെ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണ് കേസ്. നമ്മൾ തുടങ്ങുമ്പോ ഊക്ക് കിട്ടും, പിന്നെ അത് കയറി വരുമ്പോ പിന്നെ ആൾക്കാർ സപ്പോർട്ട് ആയിക്കോളും. അതാണ് എല്ലായിടത്തും. പിന്നെ ഇപ്പൊ നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പൊ ഇതിനായിട്ടുള്ള പോഡ്കാസ്റ്റിന് വേണ്ടിയുള്ള ഒരു എക്യുപ്മെന്റ്സോ ഒന്നുമില്ല. നമ്മുടെ ട്രൈപോഡ് ഇല്ല, മൈക്കില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ അത്രേ ഉള്ളൂ. ഉള്ളതുകൊണ്ട് നമ്മള് ഓണം പോലെ ചെയ്യുക, ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മള് നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോഡ്കാസ്റ്റിലും ഒരു മണിക്കൂർ നമ്മളൊരു 30 മിനിറ്റ് തൽക്കാലം നമ്മളത് നോക്കുന്നുള്ളൂ. ആ ടൈം വെച്ച് നോക്കുന്നുള്ളൂ. നമ്മുടെ ലൈഫ് നടന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് എൻജോയ്മെന്റ്, അതാണ് നമ്മുടെ. ഇപ്പം ഒരാള് കാണുവാണെങ്കിൽ ഫണ്ണായിട്ട് കണ്ടോണ്ടിരിക്കാൻ, സീരിയസ് ആയിട്ടും എല്ലാം നമ്മുടെ മണ്ടത്തരവും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോമഡിയൊക്കെ ചിരിക്കാൻ ആൾക്കാർ കാണുമായിരിക്കല്ലേ. മനസ്സിനൊരു സന്തോഷം. അതെ, കാണുമ്പോൾ സന്തോഷം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മളെന്താ എല്ലാരും ഓൾവേസ് എ ബിഗിനർ എന്നാണല്ലോ. പിന്നെ നമുക്കത് കുഴപ്പമില്ല. എന്തായാലും തുടങ്ങുമ്പോൾ ചില പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നത് തന്നെ പല പ്രശ്നങ്ങളും. അതെ, നമുക്ക് പറയാൻ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളത് മറന്നിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ മാറും. എല്ലാരും എല്ലാം തകഞ്ഞിട്ടല്ലല്ലേ വരുന്നത്. അപ്പം ഇത് നമ്മൾ ശരിയാക്കണ്ടേ. ഭാവിയില് നമുക്ക് പിന്നെ പല വലിയ ഗസ്റ്റുകളും എല്ലാം വന്നാലും അല്ലേ. ഭാവിയില് മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ് ഇതല്ല ഇത് നമ്മള് ലോക്കൽ സെറ്റപ്പ്, നമ്മള് നല്ല സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ആക്കി അല്ലേ. അത്രേ ഉള്ളൂ. സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ആക്കി വരും. നമ്മൾ വരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം മാറും. അതെ. ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ സ്റ്റുഡിയോ സെറ്റ് ആക്കി മൈക്കും സെറ്റ് ആക്കിയിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. ഇല്ല, നമ്മൾ തുടങ്ങുമ്പോ നമ്മള് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. അതെ, ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വലിയ രീതിയിലോട്ട് എത്തുക. അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? വേറെ എന്താണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ പേര് ശ്രേയസ്. കണ്ണൻ വിളിക്കുന്നത്. കണ്ട പേര് വൈഷ്ണവ്. ഇപ്പം നമ്മളിപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ചുമ്മാ ജോലിയിലായിരിക്കുമ്പോൾ അത് പിന്നെ വലിയ രീതിയിലാണ് ചെയ്യണം. അതൊരു വലിയ കണ്ടാക്കാം. അതെ, എല്ലാരും ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വെച്ചാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ഞങ്ങൾ ഇത് വേറെ തലമാണ്. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്താ എന്നാ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാം. അതെ, എല്ലാരും വ്ലോഗ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചത് നമുക്ക് പോഡ്കാസ്റ്റ് തുടങ്ങാൻ വിചാരിച്ച ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്കിങ്. ഇപ്പൊ കണ്ണൻ പറഞ്ഞ എന്നാ ഓക്കെ നമുക്ക് തുടങ്ങാം. കണ്ണൻ എല്ലാത്തിനും സപ്പോർട്ടാ. നമ്മള് ഒരാളെ തളർത്തല്ലേ, ഒരാള് നമ്മള് മുന്നോട്ട് ഇറങ്ങുമ്പോ നമ്മള് കൈയടിച്ച് പ്രോത്സാഹിക്കും. അതെ, കണ്ണൻ ഒരു കിണറ്റിൽ ചാടാൻ പറഞ്ഞ കണ്ണൻ പറയും സപ്പോർട്ട് ചെയ്യാൻ. കണ്ണൻ കൂടെ ചാടും. അത്രേ ഉള്ളൂ. നമ്മളെല്ലാരും താങ്ങിക്കൊടുക്കണം. ഇത് വേറെ താങ്ങല്. 2 താങ്ങൽ വ്യത്യാസമുണ്ട്. അതെ, നമ്മൾ പറയുമ്പോ സൂക്ഷിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം പിന്നെ കൂടെ ഉള്ളവന്മാര് തന്നെ അമ്മാരാ മെയിൻ വിഷയം. നമ്മുടെ കൂടെ നടക്കുന്നവരെ നമ്മൾ നോക്കിക്കൊണ്ട് നടക്കും. അങ്ങോട്ട് ഊക്കുന്നോണ്ടാണ് ശരിയാണ്. അതെ, പടി കൊടുത്താൽ ഊക്കലാണ് മെയിൻ. അതെ, ഊക്കലാണ് മെയിൻ. പിന്നെന്താണ് അവനെ ഇവിടെ ഇനി അടുത്ത വീഡിയോ ഒക്കെ വെറൈറ്റി കണ്ടന്റും നമ്മൾ ചെയ്ത പല കോമഡികളും ഉണ്ട്. അതാണെങ്കിൽ ഒരു എത്ര എപ്പിസോഡ് പോലെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല. പല കോമഡികളും പല മണ്ടത്തരം, ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ ഇടാം. കേൾക്കുന്നവര് വിചാരിക്കും നമ്മളൊരു മണ്ടന്മാരാ.
അയ്യോ വെള്ളന്മാരൊന്നും മണ്ടന്മാരെല്ലാം കേസല്ല മണ്ടനാണ്ട് കേസ് ബേസിക്കലി അതുകൊണ്ടാണ് സേഫാ മണ്ടെന്ന് പറയാം സേഫ്. അപ്പൊ അങ്ങനെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യത്തില്ല. പിന്നെ ഇപ്പൊ നമ്മളിപ്പം നോക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയില് വീക്കിലി 3 വീഡിയോസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫോണിൽ എഡിറ്റ് ചെയ്യുന്നത്. വലിയ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, ഫോണിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പൈസ ഇല്ല. നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ച് 2 ഫോണുണ്ട്, ആ വെച്ച് നമ്മൾ ചെയ്യുന്നു. അതെ നമ്മളതാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം വീക്കിലി 3 വീഡിയോസ് നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ തൽക്കാലം. പിന്നെ നമ്മളത് നമ്മുടെ ഇൻകം ഒക്കെ അനുസരിച്ച് നമ്മൾ കൂട്ടുക. നിങ്ങളെല്ലാം ബേസിക്കലി നമുക്ക് പറയാനുള്ളത് നിങ്ങള് എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? അതാ ഊക്കാതിക്കല് സപ്പോർട്ട് ചെയ്യുക. അതേ പറയാനുള്ളൂ. കാണുന്നവരാരും ഊക്കില്ല. അതെ. പിന്നെ എന്താ നമ്മുടെ സെറ്റപ്പിനെ പറ്റി നമ്മളൊരു റൂം എടുത്ത് എന്നുവെച്ചാ ചേട്ടന്റെ റൂമാണ്. ഇതെന്റെ ചേട്ടൻ എന്നെക്കാൾ 1 വയസ്സ് മൂത്തയാണ്. ചേട്ടന്റെ റൂമാണ്. ആ റൂം എടുത്ത് കട്ടിലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ബേസിക്കലി നമ്മള് കട്ടിലിന്റെ മുകളിലായിരിക്കുന്നത്. നമ്മളെ വീടൊക്കെ തന്നെ കാണിക്കത്തില്ല. അതെ നമ്മള് കട്ടിലിന്റെ മണ്ടയ്ക്ക് ഇരിക്കുക. നമ്മളത് എഡിറ്റ് ചെയ്യുമ്പോ കോപ്പി ചെയ്യും. പലരുടെ റീലുണ്ടല്ലോ, മറ്റേ മണ്ടയ്ക്ക് ഷർട്ട് ഇട്ട് അടിയിൽ നിക്കറിട്ട് അടിയിൽ നിക്കണം മണ്ടൊക്കെ ചെയ്തേ ഉള്ളു കേട്ടോ. നമുക്ക് ഇത്രയൊക്കെ ചെയ്യണ്ട, കുറച്ചൊക്കെ എന്തായാലും രണ്ടുപേര് നമ്മളത് റീലുണ്ട്. ഒരു വീഡിയോ കോളിനകത്ത് മണ്ടയ്ക്ക് ഷർട്ട് പൊങ്ങുമ്പോ വരെ നിക്കർ കാണുന്നത്. ആ സെറ്റപ്പ് ചെയ്ത് അടി നിക്കറ് മേളി കോട്ടും ഒക്കെ ആ സെറ്റപ്പ് ചെയ്ത് നമ്മുടെ അടി നിക്കറ് ആവശ്യത്തിലായിരിക്കുന്നത്. നമ്മളിപ്പം ഇടുമ്പോ തന്നെ ഒത്തിരി വ്യൂസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 2 ദിവസമെങ്കിൽ 2 വ്യൂസ് അത് മതി നമുക്ക്. അപ്പൊ നമ്മളത് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മള് കിട്ടുന്നത് കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് 1 അല്ലെങ്കിൽ 2 ആ കിട്ടുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോ പ്രചോദനമാണ്. അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം അതാണ്. അതെ. പിന്നെ എന്താ ഗൈസ്, നിങ്ങൾ എല്ലാവർക്കും സുഖമാണോ അല്ലെ? നമ്മുടെ ഓഡിയൻസിനോട് സുഖമാണോ ചോദിക്കണം. സുഖമായിരിക്കുന്നു. പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ കാരണം ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതെ, മഴയാണ്. മഴ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇടുക്കി ഡാമിന്റെ ഒരു വിഷയമുണ്ട്, അത് നമുക്ക് അടുത്ത വേറെ ചെയ്യണം. അത് പിന്നെ ഒരു 100 വീഡിയോ ഉണ്ട് ഇടുക്കി ഡാമിന്റെ. ഞങ്ങളും കൂടെ ചെയ്തായിരുന്നു. ഞങ്ങളും കൂടെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇടുക്കി ഡാം പൊട്ടെന്ന് പറഞ്ഞപ്പോ ഒരു 3-4 വർഷം ഇതായിട്ട് പൊട്ടിയായിരുന്നു. ഒരേ പോലെ അതിപ്പോഴും പൊങ്ങിയിട്ടുണ്ട്. ഇടുക്കി ഡാം പൊട്ടും എന്നൊക്കെ പറഞ്ഞു. ശരിയാ, ആൾക്കാരെ പേടിപ്പിക്കുക. പൊട്ടി ആദ്യം ചരുവത്തിൽ ഒഴിപ്പോ നമ്മളായിരിക്കും. പിന്നെ നമ്മുടെ ജില്ലയൊന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ. നമ്മൾ പത്തനംതിട്ട. പിന്നെ കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. വഴിയെ നമ്മുടെ ഡീറ്റെയിൽസ് പതുക്കെ പറയണ്ടല്ലോ. പതുക്കെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് എല്ലാം നമ്മുടെ കാര്യങ്ങളും നമ്മളെ പഠിച്ച കാര്യങ്ങളും പോയിന്റ് കാര്യങ്ങളും സ്ഥലത്തിന്റെ കാര്യങ്ങളും എല്ലാം കുറച്ചാണ് പറഞ്ഞ അത് മനസ്സിലാക്കാം. പിന്നെ നമുക്കിങ്ങനെ പതുക്കെ നമുക്ക് സംസാരിച്ചല്ലേ പഠിക്കുന്നേ എങ്ങനെ മുന്നോട്ട് പോവാ. അടുത്തടുത്ത് വേറെ വെറൈറ്റി കണ്ടന്റും കുറെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മളൊരു ഇത് ചാനൽ തുടങ്ങി. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു കാര്യങ്ങൾ പറയാനും ജസ്റ്റ് ഒരു വീഡിയോ ഇത് കഴിഞ്ഞ ഓരോ കണ്ടന്റും കാര്യങ്ങളൊക്കെ വീഡിയോ ചാനൽ വരും. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം, ഏത് ഇങ്ങോട്ട് ചെയ്യണം. ഇപ്പഴേ ക്യാമറ ഒക്കെ മേടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാമറ ഒക്കെ ഉള്ളു. 10 മിനിറ്റ് കൊണ്ട് ഫോൺ അങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കും. അവളുടെ കൈ കഴിച്ച് ഇറക്കി നിപ്പോ പാമ്പടിച്ച് വെച്ചാ നമുക്കെല്ലാം നമ്മുടെ ഒരു ലോക്കൽ സെറ്റപ്പാ. പിന്നെ നമ്മൾ പോഡ്കാസ്റ്റ് നമ്മൾ പെട്ടെന്നല്ലല്ലേ, നമുക്ക് കുറെ നാൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാം. പിന്നെ ഇന്ന് ഒറ്റ മൈൻഡ് തുടങ്ങി, കണ്ണെ വിളിച്ച് വരുത്തിയിട്ടൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ നാളെ എന്നൊന്നും പറഞ്ഞു പോയി കഴിഞ്ഞാല് അപ്പൊ തന്നെ മനസ്സിലായി ഇത് നിസ്സാര കാര്യമല്ല, കുറച്ച് പാടാണ്. ഫോൺ വെക്കാനും ഫ്രെയിം സെറ്റ് ആക്കണം. പിന്നെ സംസാരിക്കുമ്പോ ടേക്ക് പോവും. നമുക്ക് സംസാരിക്കുമ്പോ 5 കുറവാ. എത്ര എടുത്തിപ്പോ സമ്മതിക്കണം. അപ്പൊ കാർത്തിക് സൂര്യ അവരൊക്കെ ചെയ്യുന്നല്ലോ പല ഗെയിമിങ്ങിന്റെ അവരുടെയൊക്കെ പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്. ഓണാതെ പോഡ്കാസ്റ്റ് നല്ല രസമുണ്ട്. കാർത്തിക് സൂര്യയുടെ എന്നൊക്കെ പറയാൻ ഞാനും
എന്താ തുടങ്ങിയപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാ. ഫസ്റ്റ് ബ്ലോഗ് അതൊക്കെ പുതിയ തുടങ്ങി. പഴയ പിന്നെ എന്തോ അത് നമുക്ക് അറിയത്തില്ല, അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ എല്ലാം ബ്രോഡ്കാസ്റ്റ് എല്ലാം കൊള്ളു. ഇപ്പോഴത്തെ നല്ല അത്യാവശ്യം നല്ല നമുക്ക് വീണ്ടും വീണ്ടും തുടങ്ങാനുള്ള. അതെ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ പോഡ്കാസ്റ്റ് ഭയങ്കരമായിട്ട് എന്താ വലിയ 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 ആൾക്കാരൊക്കെയാണ് അവിടെ ഗസ്റ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിപ്പോ അത്രയൊന്നുമില്ല. നമ്മളിപ്പം നമ്മള് എന്താ ഒരു യൂഷ്വൽ ടോക്സ്, കാഷ്വൽ ടോക്സ് അങ്ങനെയൊക്കെ പറയല്ലേ. സെലിബ്രിറ്റി വിളിക്കാനും വീട്ടിൽ പോയിടാന്ന് പറയും. നമ്മുടെ ആ ലെവലിൽ എല്ലാവരും അങ്ങനെ അല്ലായിരുന്നു. അതെ, അപ്പൊ നമുക്കിങ്ങനെ നമ്മള് എങ്ങനെ പോകും, നമ്മളെന്താ അതെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി കിട്ടും. അതെ, നമ്മൾ പരിശ്രമിക്കുക. അല്ലാതെ നമ്മള് ചെയ്ത് കോളേജിൽ പഠിക്കത്തില്ലായിരുന്നു, സപ്ലൈ അടിക്കത്തില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, പഠിക്കാൻ പോയ സമയത്ത് പഠിക്കണമായിരുന്നു. ഇപ്പൊ പോഡ്കാസ്റ്റ് എടുത്തു പണിയൊന്നും അല്ലേ ഈ പണി. അടുത്ത് നമുക്ക് ഇനി പോഡ്കാസ്റ്റ്, ഞങ്ങൾ ഇനി യൂട്യൂബർ ആയി ഗൈസ്. ഞങ്ങൾ യൂട്യൂബറായി. നമ്മളൊരു കാര്യം നിൽക്കാം, നമ്മുടെ ഭാവി ഇപ്പൊ യൂട്യൂബിലാണ്. അതെ, ഞങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ഫോർച്യൂണർ മേടിക്കണം അല്ലാണ്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞിട്ട് കണ്ണൻ വേറെ പോഡ്കാസ്റ്റ് തുടങ്ങി, ഞാൻ വേറെ പോഡ്കാസ്റ്റ്. കണ്ണ ഒരു ഫോർച്യൂണർ, ഞാൻ ഒരു ഫോർച്യൂണർ. പല സെലിബ്രിറ്റീസും നമ്മൾ മത്സരം ഇനി അങ്ങോട്ട് വിഷയമായിരിക്കും. കുറച്ചും അടിച്ചു പിടി രണ്ട് പോഡ്കാസ്റ്റ് ആവും. അത്രേ ഉള്ളൂ. പൊടിയും കാസ്റ്റും രണ്ട് പോഡ്കാസ്റ്റ്, പൊടി കാസ്റ്റ്, രണ്ട് ഫോർച്യൂണർ. പിന്നെ 2 മാസം പിന്നെ ഒന്നിക്കും. അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾ ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പഴയ പോലെ പിന്നെ വരും പൊടിക്കാസ്റ്റ്. അതെ, കൊള്ളാല്ലേ, നല്ല രസമുണ്ട് ഇങ്ങനെ പറയാൻ. കുറച്ച് ഫണ്ണാ, നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ആകാൻ കഴിയില്ല. ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ആയിട്ട് എന്തൊക്കെയാ പറയണത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ വായി വരുന്ന പറയും. പിന്നെ നമുക്ക് കുറെ പിന്നെ നമ്മളിപ്പൊ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളല്ലാതെ വേറെ ഫ്രണ്ട്സ്, നമ്മുടെ എന്തായാലും ആദ്യം നമ്മൾ വിളിക്കുക നമ്മുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും. ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കഥകളുണ്ട് വേറെ. കേട്ട് അല്ലേ, കേട്ട് ചിരിക്കാനും പല കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ നമ്മൾ ഫ്രണ്ട്സിന്റെ പറയാം. നമുക്ക് കുറച്ചും കൂടെ എന്താ കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കി 2-3-4 ചെയറോ ഒക്കെ വെച്ചൊന്ന് സെറ്റപ്പ് ആക്കാം. ഇത് നമ്മൾ തട്ടിക്കൂട്ട് പരിപാടിയാണ്. പക്ഷെ ഇത് വെച്ച് നമ്മുടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കിയിട്ട് മാറ്റി നമ്മുടെ വീഡിയോ ഔട്ട്പുട്ട് ഒക്കെ കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ട്. നമുക്കപ്പോ ഇപ്പൊ എല്ലാത്തിനും വേണ്ടത് ഫണ്ടാണ്. ഫണ്ടില്ല. കിട്ടിയാലേ നമുക്കുള്ള വീട്ടുകാര് തുപ്പി നമ്മളെ പഠിക്കൂടാന്നാ പറയുന്നത്. അതെ, ഇപ്പം എന്താ വീട്ടൊക്കെ ഡിഗ്രിയും കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പോ ഒരു മാസമൊക്കെ സഹിച്ചല്ലേ. 1 മാസം കഴിഞ്ഞപ്പോ വിളമ്പാൻ നേരം കുടഞ്ഞുടഞ്ഞ് ഇനി ലാസ്റ്റ് 22 വയസ്സരെ നോക്കി, കോളേജ് നോക്കി, സ്കൂള് നോക്കി. കോളേജിലെ ഫുള്ള് പൈസ ഇനി നോക്കണമെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ അടിച്ചു ഓടിക്കും. അയ്യോ, അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പോഡ്കാസ്റ്റ് അതാകുമ്പോ പിന്നെ മേലനങ്ങണം. അയ്യോ, ഇതൊക്കെ കുറച്ച് പാടാണ്. നമ്മൾ എഡിറ്റ് ചെയ്യണം. പിന്നെ ഓരോ ഷോട്ട് വെച്ച് നമ്മള് എല്ലാം ഭയങ്കര പാടാണ്. എനിക്ക് ചുമ്മാ ക്യാമറ കൊണ്ട് നടന്നാൽ മതിയല്ലോ. അതൊന്നല്ല പാടാം. എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പാടാം. ഏറ്റവും പെട്ടെന്ന് നീ സംസാരിക്കണം. നീ തന്നെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി ഇവന് വേറെ പഴയ തരത്തിൽ തുടങ്ങിയത്. ഇത് ഇങ്ങനെ പറയാം, എത്ര ഗൈസ് നമ്മളിത് എന്തായാലും മുന്നോട്ട് കൊണ്ടുവരാൻ തീരുമാനം. എത്രയേ ഉള്ളൂ, കുറച്ചായിട്ട് തുടങ്ങാൻ വേണ്ടി നാട്ടുകാരെ. വേറെ പണിയൊന്നും ഇല്ലല്ലോ, അവരുടെ പേര് നടക്കുക കണ്ടോണം. അതിന് നമ്മള് ചിലപ്പോ വ്ളോഗർ ആവാം അല്ലേ, ചിലപ്പോ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ട്. വേറൊരു സ്ഥലം നമുക്ക് അടയ്ക്കാൻ പറ്റും. അതെ, നമ്മൾ മൈൻഡ് ചെയ്ത് പറയാട്ട് നമ്മള് സൈഡിൽ കിടക്കും. അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് ഉയരത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. അത്രയുള്ള ബ്ലോഗിങ് പാടാന്ന് കാണുന്നവർക്ക് വേറെയുള്ളവർക്ക് അറിയാം. ഒരു ജോലിയുടെ താഴെ എല്ലാ ജോലി അതിനായിട്ട് പാടുമുണ്ട്, കഷ്ടപ്പാടുമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എല്ലാം സെറ്റാക്കാം. കുറച്ചുകൂടെ സെറ്റാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ
പിന്നെ എന്താണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മളിപ്പോ ഉടനെ ഇപ്പൊ നിങ്ങള് വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കില്ല ഗൈസ്. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഞാനും കണ്ണും പറയാൻ പറ്റുന്നത് നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ കഥകളും കോളേജിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും യാത്ര പഴയ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് നിങ്ങൾ വേണ്ടി കാര്യം പറഞ്ഞു. അതേപോലെ നമ്മള് വീഡിയോ ചെയ്യാം. വീഡിയോകൾ അങ്ങനെയൊക്കെ കാണാം. പിന്നെ ആദ്യം തന്നെ വലിയ ഗസ്റ്റിനെ ഒന്നും കൊണ്ടുവരുന്നു പറയല്ലേ. നമുക്ക് ആദ്യം ഇങ്ങനത്തെ ലെവലിൽ പോയിട്ട് പിന്നെ അതൊക്കെ നമുക്ക് ഭാവിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാരും നിങ്ങൾ പറയുന്ന ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. നമ്മള് പറ്റുന്നതിന്റെ അത്രയും കഷ്ടപ്പെടും. അതെ, ഇപ്പൊ നമ്മള് വലിയ രീതിയിൽ വളർന്നാലും നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ ചോദിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ആ ലെവലിൽ വന്നിട്ട് നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പൊ എന്താ ഇനി അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, അടിച്ചു പൊട്ടിക്കണം. അതെ, അടിച്ചു പൊട്ടിക്കണം ഗൈസ്. പിന്നെ എന്താ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ബോക്സിൽ പറയാം. കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എല്ലാവരും ചെയ്യും. കാരണം കമന്റ് ബോക്സ് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് എന്ത് വേണം പറയാം. കാരണം നിങ്ങളാണ് നമ്മളെ വളർത്തുന്നതും താത്തുന്നതല്ല. ഇതിനെ കുറിച്ച് ഊക്കിയുള്ള വീഡിയോ റീലൊക്കെ ഇറങ്ങിയാലേ ഞങ്ങൾക്ക് വീണ്ടും സപ്പോർട്ട് ആവത്തുള്ളൂ. അതെ, കുറച്ച് ട്രോളൊക്കെ അപ്പൊ നമുക്കൂടെ കുറച്ച് ട്രോൾ കിട്ടിക്ക് ഞങ്ങൾ വളരും. ഞങ്ങളെ കുറിച്ച് തപ്പിയ ആൾക്കാര് പിന്നെ ഞങ്ങൾക്ക് ശീലമായി പോകും അല്ലേ. ഒന്ന് വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി ശീലമായിക്കോളും. അതെ. പിന്നെ ഞങ്ങള് ബാക്കിയുള്ളവരിപ്പോ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് എന്താ ഇതൊക്കെ തന്നെ നമുക്ക് നിങ്ങള് പിന്നെ അതാ ഞങ്ങൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് പോവാണ് അല്ലേ. അതേ ഉള്ളൂ. ഒരു ഫ്ലോ ഒരാൾ തുടങ്ങി അനുസരിച്ചുള്ള ബാക്കി പറയുന്നത് വരും. കണ്ടെന്നേ പറയണോ ഇല്ല ഇന്നത്തേക്കുള്ള. അപ്പൊ നമ്മൾ ഇന്നത്തേക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തത്. കാരണം നമ്മളിപ്പോ പോഡ്കാസ്റ്റ് ഇപ്പം ഷോർട്ടായിട്ട് ചെയ്യുന്ന പ്ലാന്. ഭാവിയിൽ മാത്രമാണ് 2-2.5 മണിക്കൂർ ആകുമ്പോ ഒരു എന്താ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സംസാരിച്ച് പല കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഇപ്പം പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒരു കണ്ടന്റ് എടുത്തിട്ടില്ല. നമ്മളിപ്പോ ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നതിന്റെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഒരു കണ്ടന്റ് ആകുമ്പോൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ വരും. അതെ, കണ്ടന്റ് നമ്മൾ എടുത്തിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങള് ബേസിക്കലി നമ്മളൊരു ബിഗിനർ മാത്രമാണ്. ബിഗിനറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ ഒരു പോഡ്കാസ്റ്റ് പുതിയതായിട്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് ഞങ്ങളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അത് ഞങ്ങളിപ്പം ഞങ്ങളുടെ വീഡിയോ അങ്ങനെ ആയിരിക്കും എല്ലാവരും തുടങ്ങുന്നത്. അല്ലെങ്കിൽ വലിയ പൈസ ഉള്ളവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പൈസ ഇല്ലാതെ നമ്മളെ നോർമൽ പോലുള്ളവർക്ക് എന്തുവാ ലോക്കൽ സെറ്റപ്പ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അതെ, എല്ലാവരും ഓൾവേസ് ബിഗിനറാണ്. മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ഒരു ഫൺ പോഡ്കാസ്റ്റിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ. വണക്കം.